അമ്മയുടെ അച്ഛൻ്റെ ഓർമ്മകൾ അമ്മയ്ക്ക് വല്ലതും പറയാൻ? അച്ഛൻ ആദ്യം ഞങ്ങൾക്കൊക്കെ ഓർമ്മ വെക്കുന്ന സമയം വെച്ച് നാടകം അഭിനയിച്ചിരുന്ന നാടകത്തിലായിരുന്നു. മിക്കവാറും മുഴുവൻ സമയവും നാടകത്തിൽ തന്നെ ആയിരുന്നു. ഒടുവിലായപ്പോഴാണ് സിനിമയിലോട്ട് വന്നത്. 1901 ഫെബ്രുവരി 9 അമ്പലപ്പുഴ താലൂക്കിൽ ജനിച്ച സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടുകയായിരുന്നു. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകനായിരുന്ന ആലപ്പി വിൻസെൻറ്റിൻ്റെ സഹോദരനായിരുന്നു സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ. ഒരു ഹാർമോണിയം വായനക്കാരൻ എന്ന നിലയ്ക്കാണ് സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ നാടകരംഗത്ത് എത്തുന്നത്. ഭാഗവതർ നാടകത്തിലെ പ്രധാന നടനും ഗായകനും ഒക്കെ ആയി മാറുകയായിരുന്നു പിന്നീട്. ആദ്യം ജ്ഞാനാമ്പി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പടം എടുത്തു. അത് ആദ്യത്തെ മലയാളം ബാലൻ കഴിഞ്ഞിട്ടുള്ള മലയാളം പടമായിരുന്നു. അതൊന്നും നാടകത്തിൻ്റെ ട്രൂപ്പ് തന്നെയാണ് അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടും കൊണ്ടുപോയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടും പിന്നെ സിനിമയിൽ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അമേരിലാൻഡും ഉദയായൊക്കെ തന്നു കഴിഞ്ഞപ്പോഴാണ് മലയാളം പടത്തിൻ്റെ ഇത് തുടങ്ങിയത്. അങ്ങനെ ഉദയ സ്റ്റുഡിയോ ആലപ്പുഴ തന്നെ ആയത് കാരണം പിന്നെ അച്ഛൻ അതിലോട്ട് കയറുകയാണ്. അങ്ങനെയാണ് സിനിമയിലോട്ട് വരാനായിട്ടുള്ള ഇത് കിട്ടിയത്. അപ്പോൾ ഉദയ സ്റ്റുഡിയോയിൽ വെച്ചെടുത്ത സിനിമകൾ തന്നെയാണ് നവലോകവും അച്ഛൻ, ഇതെല്ലാം അതിലൊക്കെ അച്ഛനുണ്ട്. സത്യം മാസ്റ്ററായിട്ട് അമ്മയുടെ അച്ഛന് വലിയ അടുപ്പമായിരുന്നു അല്ലേ? അച്ഛനെ ആദ്യം ഉദയ സ്റ്റുഡിയോയിൽ കൊണ്ടുവരുന്നതും ഒക്കെ അച്ഛനാണ്. ആദ്യം കുഞ്ചാക്കോയെ പരിചയപ്പെടുത്തുന്നതും. അന്നാണ് അവിടെ സബ് ഇൻസ്പെക്ടറായിട്ട് ആലപ്പുഴ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ പൊന്നയ്യ നാടായിരുന്നു പറഞ്ഞ് DSP ആയിട്ടിരുന്ന അങ്ങേര് അച്ഛനുമായിട്ട് എടുത്ത പരിചയമായിരുന്നു. അങ്ങേര് ഒരു ദിവസം സ്റ്റുഡിയോയിൽ സത്യനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു, അവരെ ഇത് നല്ല ഒരു കലാകാരനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി അഭിനയിക്കാം. ജ്ഞാനാംബികയ്ക്ക് ശേഷം ജീവിതനൗക, നവലോകം, ബാല്യകാല സഖി തുടങ്ങി 8 സിനിമകളിൽ ഭാഗവതർ അഭിനയിച്ചു. 1962 പുറത്തുവന്ന വിധി തന്ന വിളക്കാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചലച്ചിത്രം. 1985 ജനുവരി 19 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അവസാന കാലമായപ്പോഴത്തേക്ക് അച്ഛൻ കുടുംബത്തിൽ തന്നെ, ഞങ്ങളുടെ ആലപ്പുഴയുള്ള കുടുംബ വീട്ടിൽ തന്നെ പോയി. അവിടെ ഇളയൻ്റെ ബ്രദർ അവിടെ താമസിച്ചിരുന്നത്. അപ്പം അയാൾക്ക് സെൻട്രൽ ബാങ്കിൽ മാനേജറായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടിയത് കാരണം അപ്പോൾ അവിടെ കുറച്ച് കാലം ഇരിക്കാവില്ല എന്നുള്ളതിൽ അങ്ങോട്ട് പോയി. അവിടെ വെച്ചായിരുന്നു അച്ഛൻ മരിക്കുന്ന അസുഖങ്ങളൊന്നും റിയലായിട്ടില്ലായിരുന്നു. എന്നാലും ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു അച്ഛൻ. എന്തായിരുന്നു കണ്ടതിൽ വലിയ സന്തോഷം. മലയാളത്തിലെ 3ാമത്തെ ശബ്ദചിത്രമാണ് പ്രഹ്ലാദ. ആ പ്രഹ്ലാദയിൽ അഭിനയിച്ച ഒരാളാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്. അദ്ദേഹം അന്ന് തൊട്ട് കുറേ കാലം, അതായത് ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് അഭിനയിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പ് വരെ അദ്ദേഹം പ്രൊഡ്യൂസറായിരുന്നു, നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു എന്ന് മാത്രമല്ല എല്ലാത്തിലും എല്ലാ അറിവും ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാരദനാണ് വലിയ ഫേമസ്. തമിഴ് ചിത്രത്തിലായിരുന്നാലും ശരി, മലയാളത്തിലായിരുന്നാലും ശരി, നാരദൻ എന്ന് പറയുമ്പം ആദ്യം പറയും TK ബേബിളിക്ക് എന്ന് പറയും. അത് കേട്ടിട്ടുണ്ട് ഞങ്ങളെല്ലാവരും. അങ്ങനെയുള്ള TK ബാലചന്ദ്രൻ ചേട്ടനെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമസ്കാരം. ഓംകാരം ഓംകാരം ആദിമമന്ത്രം അനശ്വരമന്ത്രം നാദബ്രഹ്മ ബീജാക്ഷരമന്ത്രം. ഓംകാരം ഓംകാരം ആദിമമന്ത്രം അനശ്വരമന്ത്രം നാദബ്രഹ്മ ബീജാക്ഷരമന്ത്രം.